പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നിങ്ങളുടെ വ്യക്തിപരമായ വിഷയങ്ങൾ സമർപ്പിക്കുക. ഉടമ്പടി ചെയ്തവരെ ഉടമ്പടിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങളാണ് സമർപ്പിക്കേണ്ടത്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണമേ. ശ്രുതികടെ കർത്താവേ, അനേക മനുഷ്യര് കൃപാസനത്തില് ഗൂഗിൾ മീറ്റിലൂടെയോ മറ്റ് ജപമാല മഹാറാലിയിലൂടെയും സമർപ്പിച്ചിട്ടുള്ള ഉടമ്പടി പ്രാർത്ഥനയിലൂടെ ലൈറ്റ് കാൻഡിൽ പ്രയർ റിക്വസ്റ്റിലൂടെ സമർപ്പിച്ചിട്ടുള്ള മുഴുവനും വിഷയങ്ങളെ ഞങ്ങളിപ്പോൾ ആരാധനയുടെ ആദ്യ നിമിഷം തന്നെ അമ്മയുടെ മധ്യസ്ഥതയില് ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഇത്തരം സങ്കടങ്ങള് ഈ ആഴ്ചയിൽ തന്നെ സന്തോഷത്തിന്റെ സുവിശേഷ സാക്ഷ്യമായി മാറുവാൻ സഹായിക്കണമേ. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, നമ്മൾ എന്തിനാണ് കർത്താവിൻ്റെ മനസ്സറിയുന്നത്? എന്തിനാണ് പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്ന ഓരോ മക്കളും കർത്താവിൻ്റെ മനസ്സറിയണം. കർത്താവിൻ്റെ മനസ്സറിഞ്ഞില്ലെങ്കിൽ നമ്മളുടെ പ്രാർത്ഥനകൾക്ക് ചിലപ്പോൾ ഉത്തരം താമസിച്ചെന്ന് വരും. അപ്പം മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളത്, ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ പ്രധാനം. നമ്മൾക്ക് പ്രാർത്ഥിക്കും നമ്മൾ, പക്ഷേ പ്രാർത്ഥിക്കുന്നതും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നതും രണ്ട് കാര്യങ്ങളാണ്. പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളും ആദ്യം ചെയ്യേണ്ടത് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. എന്താ അച്ഛൻ അങ്ങനെ പറയണമെന്നറിയാവോ? ഈ മനസ്സറിയുന്നതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട് ബൈബിളിൽ. അച്ഛാൽ കർത്താവിൻ്റെ മനസ്സ് ഇപ്പം തന്നെ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ആഴ്ചയിൽ എന്താ കണ്ടത്? ഒരു 3 വചനങ്ങൾ അടുപ്പിച്ച് കണ്ടു. കാര്യം എന്താണ്? ഇപ്പോൾ നമ്മൾ പീഡാനുഭവ പ്രവചനം കണ്ട്. പീഡാനുഭവ പ്രവചനം എന്ന് പറയുമ്പോൾ ഈ പീഡാനുഭവം എന്ന് പറയുന്നത് കാര്യമില്ല. ബൈബിളെ തൊടണമെങ്കിലേ കർത്താവിൻ്റെ പീഡാനുഭവത്തിനെ നമ്മൾ മാനിക്കേണ്ടി വരും. കർത്താവിനെ പീഡാനുഭവത്തെ മാനിക്കാത്ത ആർക്കും അതിനെ മീനിങ് അർത്ഥവത്തായിട്ട് സമീപിക്കാത്ത ആർക്കും ബൈബിളെ തൊടാൻ യോഗ്യതയില്ല. ബൈബിളിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് നമ്മുടെ വിശുദ്ധിയാണ്. പക്ഷെ ആ വിശുദ്ധി എന്ന് പറയണത് പലപ്പോഴും നമ്മളെ കർത്താവിൻ്റെ പീഡാനുഭവത്തോടെ എന്തുമാത്രം ആധ്യാത്മികമായ ഐക്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോടുള്ള ഐക്യദാർഢ്യം എന്തുമാത്രം ഉണ്ട്, അത് അനുസരിച്ചാണ് ബൈബിളിനോടുള്ള വിശ്വസ്തത എന്ന് പറയുന്നത്. അത് വിശ്വാസത്തിന് നിലവാരത്തിലുള്ള വിശ്വസ്തയേക്കാളുപരി കർത്താവിൻ്റെ പീഡാനുഭവങ്ങളോടുള്ള ഐക്യദാർഢ്യമാണ്. വലിയൊരു കാര്യമാണത്. നമ്മുടെ ജീവിതത്തിന് സാരസംഗ്രഹം കർത്താവിന് ശേഷം ദൈവം ക്രമീകരിച്ചിരിക്കുന്നത് എന്തുമാത്രം നീ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളോട് അടുത്തിരിക്കുന്നു,
യോജിച്ചിരിക്കുന്നു, മനസ്സുകൊണ്ടത് അംഗീകരിക്കുന്നു, മനസ്സുകൊണ്ടത് പ്രഖ്യാപിക്കുന്നു, ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നു. ഇതെല്ലാമാണ്. അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം ഉണ്ടാകും. നിങ്ങളുടെ പല പ്രാർത്ഥനയിൽ മാജിക്കൊന്നുമില്ല. അവിടെയുള്ള മാജിക് എന്ന് പറയുന്നത് നമ്മൾക്ക് എന്തുമാത്രം കർത്താവിൻ്റെ പീഡാനുഭവ ചരിത്രങ്ങളോട് എന്തുമാത്രം നമ്മൾക്ക് ഐക്യദാർഢ്യമുണ്ട്, അതുപോലെ തന്നെ യോജിപ്പുണ്ട്. കാര്യം എല്ലാം ബേസ് ചെയ്തിരിക്കുന്നത് പീഡാനുഭവ പ്രവചനത്തിലാണ്. ഇപ്പം നമ്മൾ 16, 21 വചനം, 22 വചനങ്ങളൊക്കെ ഇന്നലെ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ്. ഞാൻ ജസ്റ്റ് ബേഡ്സ് ഐ വ്യൂ പെട്ടെന്ന് ഇങ്ങനെ ഒരു വിഖക വീക്ഷണം പോലെ പറയുകയാണ്. അതായത് മനുഷ്യപുത്രൻ ശത്രുകരങ്ങളിൽ ഏൽപ്പിക്കപ്പെടും, അവർ അവനെ പീഡിപ്പിക്കും, വധിക്കും, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. ഇത്രയും സംഭവം 5 പ്രാവശ്യം, 3 പ്രാവശ്യം എന്നാണ് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് പഠിച്ചിരിക്കുന്നത്. പക്ഷെ 5 പ്രാവശ്യം സുവിശേഷത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഉണ്ട്. കാര്യം സുവിശേഷത്തിൻ്റെ വാട്ടർ മാർക്ക് എന്ന് പറയുന്നത് ഈ പീഡാനുഭവ പ്രവചനമാണ്. ദ കോൺഷ്യസ് ഓഫ് ജീസസ് അബൌട്ട് ഹിസ് പാഷൻ. കർത്താവിന് എന്തുമാത്രം അതാണ് നമ്മൾ ഇപ്പോൾ 4-ാം അധ്യായം, ഇപ്പോൾ 2-ാം അധ്യായത്തില്ലേ, മത്തായിയുടെ 2-ാം അധ്യായത്തേക്ക് നമ്മൾ വായിക്കുന്ന ഇപ്പോൾ 2:48 ഫാദേഴ്സ് അഫെയർ. ഈ ഫാദേഴ്സ് അഫെയർ എന്ന് പറയുന്നത് പീഡാനുഭവം തന്നെയാണ്. അത് തൊട്ടിങ്ങനെ അത് കോൺഷ്യസാണ് ഈശോയുടെ. ഞാൻ എന്താ ഇങ്ങനെ പറയണമെന്ന് പറയുന്നത്, നമ്മളുടെ ഇപ്പം നിങ്ങളുടെ നെറ്റ് പരീക്ഷ, ഇപ്പം ഞാൻ ഈ ദിവസങ്ങളിലെ ഒരു വലിയ ക്രിസ്ത്യൻ ചാനൽ, ഇംഗ്ലീഷ് ചാനൽ ക്രിസ്ത്യൻ ചാനലാണ്. അവർക്ക് ഒരു 5 ലക്ഷത്തിലേറെ സബ്സ്ക്രിപ്ഷൻ ഉള്ളതാണ്. ഫിലാഡൽഫിയ ഒക്കെ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഇംഗ്ലീഷ് ചാനലാണ്. അപ്പോൾ ഞാനവിടെ സബ്സ്ക്രിപ്ഷനും അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയപ്പോഴേ എനിക്ക് മനസ്സിലായത്, ആ ഒരു അക്കൗണ്ടിലേക്ക് ഇംഗ്ലീഷുകാർ അയച്ചിരിക്കുന്ന പ്രെയർ സബ്ജക്റ്റുകളാണ്. അപ്പം ഞാനോർത്തി മലയാളികൾക്കാണ് മുഴുവനും ഈ ജീവിത പ്രശ്നങ്ങളുള്ളതെന്നാണ് ഞാൻ ധരിക്കുന്നത്. നോ, എവിടെയുള്ള മനുഷ്യന് അവൻ എത്ര ഔന്നത്യത്തിലേക്ക് വന്നാലും അവന് സപ്പോർട്ട് വേണം. മാൻ നീഡ്സ് എ സപ്പോർട്ട്. അതുകൊണ്ട് ഈ മാൻ നീഡ്സ് എ സപ്പോർട്ട്. അത് ജർമ്മനായാലും ഫ്രഞ്ചായാലും ഇംഗ്ലീഷുകാരനായാലും മാൻ നീഡ്സ് എ സപ്പോർട്ട്. മനുഷ്യന് ദൈവത്തിൻ്റെ ഒരു സന്ധിപ്പ് വേണം. ഈ സന്ധിപ്പിന് വേണ്ടിയുള്ള ആന്തരികമായ സങ്കടങ്ങളാണ് പ്രെയറായിട്ട് കൺവേർട്ട് ചെയ്യണത്, പ്രാർത്ഥനയായിട്ട്, പ്രത്യേകിച്ച് യാചന പ്രാർത്ഥനയായിട്ട് കൺവേർട്ട് ചെയ്യണത്. പക്ഷെ ഞാൻ എന്താ ഇപ്പം നിങ്ങളോട് സംസാരിക്കണത്, ഇങ്ങനെ ഒരു യാചനാ പ്രാർത്ഥന നിൻ്റെ മനസ്സിൽ ജീവിത സാഹചര്യത്തിൽ സമ്മർദ്ദം കൊണ്ടുണ്ടായെന്ന് വിചാരിച്ചോ. ഇപ്പം നിൻ്റെ നീറ്റ് പരീക്ഷ, അല്ലെങ്കിൽ നിൻ്റെ ലോൺ അടക്കാൻ പറ്റാത്ത രീതിയിൽ വീട് ജപ്തിയാകാൻ പോകുന്നു, അല്ലെങ്കിൽ നിൻ്റെ രോഗം മാറാതെ നിൽക്കുന്നു. അപ്പോൾ ഉടനെ നീ ഒരു പ്രേയർ സപ്പോർട്ട് ആവശ്യമായ ഒരു സ്ഥലത്താണ് എത്തി നിൽക്കുന്നത്. പക്ഷേ ഇനിയുള്ള പ്രശ്നം, ഈ പ്രേയർ സപ്പോർട്ട് ചില ആൾക്കാർ ഒക്കട്ടെ, കൊള്ളട്ടെ, കിട്ടിയ ഭാഗ്യമെന്നും പറഞ്ഞാണ് ഈ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരില്ലേ, അവരുടെ മൈൻഡ് എന്താണ്? അടിച്ച ഭാഗ്യം. ഈ പല അണ്ണന്മാരും പ്രാർത്ഥനയോട് കാണിക്കുന്ന ബേസിക് മെൻറ്റാലിറ്റി അതാണ്, അടിച്ച ഭാഗ്യം. അതാണ് സംഭവം. അടുപ്പിക്കാനുള്ള പരിപാടിയൊന്നും അവർക്കറിയത്തില്ല. അടിച്ച ഭാഗ്യം, ഒത്ത്. പല പ്രാർത്ഥനയും ഒക്കാത്തതിൻ്റെ കാര്യം ഒത്തെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ്. പല പ്രാർത്ഥനയും ഒക്കാത്തതിൻ്റെ കാര്യം എന്താണ്? അത് ഒത്തെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ്. ഇനി ഒപ്പിക്കണമെങ്കിൽ എന്താ മാർഗം? അതാണ് ഞാൻ നിങ്ങളോട് പറയണത്. ഒപ്പിക്കണമെങ്കിൽ എന്താ മാർഗം? അതിൻ്റെ അകത്ത് സുവിശേഷത്തിൻ്റെ റിഡംപ്റ്റീവ് കണ്ടൻ്റ് ഉണ്ടാകണം. കുടിക്കുന്ന പാനപാത്രം, അതാണ് സംഭവം. 16-ാം അധ്യായം മത്തായിയുടെ സുവിശേഷത്തിൽ 20-ാം അധ്യായം 20-ാം അധ്യായത്തിൻ്റെ ഒരു 22 വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഈ ഭാഗം കിട്ടും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ യേശുനാഥാ. ആമേൻ, ആമേൻ ദൈവപുത്ര. ആമേൻ, ആമേൻ സർവശക്ത നിത്യപിതാവേ. Praise the Lord. ഇതാണ് പ്രയറിലെ പാഷൻ കണ്ടന്റ് എന്ന് പറയുന്നത്. ഒരു പ്രാർത്ഥനയിലുള്ള പീഡാനുഭവ ഘടകം. പീഡാനുഭവ ഘടകമില്ലാത്ത പീഡാനുഭവ ഘടകം രണ്ട് തരത്തിലുണ്ടാകാം. ഒന്ന്, ഈശോയുടെ പീഡാനുഭവത്തെ നമ്മൾ ആത്മന വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. രണ്ട്, നമ്മുടെ പീഡാനുഭവത്തെ ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ സാക്ഷ്യമായി നമ്മൾ പ്രഖ്യാപിക്കുന്നു. നമ്മൾ എന്നിട്ട് ഈശോയുടെ നമ്മുടെ രോഗങ്ങളെ ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ കൂടെ ചേർത്ത് വെച്ച് ദൈവനാമ മഹത്വത്തിനായി കാണിച്ചു വെക്കുന്നു. ഈ കണ്ടൻ്റാണ് പീഡാനുഭവ കണ്ടന്റ് എന്ന് പറയുന്നത്, പാഷൻ കണ്ടന്റ്. പ്രെയർ, ഇതില്ലാത്ത പ്രെയർ എല്ലാം റിട്ടേൺ ചെയ്യും. ഇതില്ലാത്ത പ്രെയർ എല്ലാം, കാര്യം ഇതിൻ്റെ ദൈവമഹത്വം ഇല്ല, നമ്മുടെ മഹത്വം മാത്രമേ ഉള്ളൂ. ഈ ദൈവമഹത്വം ഒരു പ്രെയറിൽ ഇപ്പം ഞങ്ങളിവിടുന്ന് ചില ഇപ്പം ഈ ജപമാല തുടങ്ങിയ രാത്രിയില്ലേ, ജപമാല തുടങ്ങി ഇപ്പം നമ്മൾ ജപമാല മഹാറാലി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങൾക്കറിയാം അത്ഭുതം, 10 ലക്ഷം മനുഷ്യരാണ് ജപമാല ചൊല്ലിയിരിക്കണത്. ഈ കൃപാസനം മഹാജപമാല അഖണ്ഡ ജപമാല റാലിയുടെ കൂടെ ചേർന്ന് ഒരു ദിവസം 85,000-നും 125,000-നും 85,000-നും 125,000-നും ഇടക്ക് ആൾക്കാരാണ് ജപമാല വ്യൂസാകണത്, കൂടിയിരിക്കണം, അതിൻ്റെ കൂടെ കൂടിയിരിക്കണത്. അപ്പോൾ ഇത് തുടങ്ങിയൊരു സമയമുണ്ട്, അതായത് സെപ്റ്റംബർ 30 രാത്രി 12 മണിക്ക്. അപ്പോൾ രാത്രി 12 മണിക്ക് ഞങ്ങൾക്ക് പ്രീമിയർ ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങൾ ജപമാലയുടെ ദിവ്യരഹസ്യങ്ങളും പാട്ടും പ്രാർത്ഥനയും എല്ലാം റെക്കോർഡ് ചെയ്തിട്ട് രാത്രി ആൾക്കാർ കാത്തു നിൽക്കുകയാണ്, ലൈനിൽ കാത്തു നിൽക്കുകയാണ് ജപമാല ഒന്ന് കിട്ടാൻ വേണ്ടി. ഞങ്ങൾ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ ചീറ്റിക്കൊണ്ടാണ്, അതായത് അത് സബ്സ്ക്രിപ്ഷൻ തന്നെ, പുതിയ ആൾക്കാർ സബ്സ്ക്രിപ്ഷൻ എടുത്ത് കയറി 1000 പേരാണ് കയറി. അവർ പിന്നീട് ഇറങ്ങി, പക്ഷേ എന്നാലും ഈ ജപമാലയ്ക്ക് വേണ്ടി ആർത്ത് നിന്ന ആൾക്കാരാണത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ബ്ലോക്കായിപ്പോയി. അപ്പോൾ അവർ പറയണ ഇതാണ്, യുവർ വീഡിയോ ഈസ് ഇൻ പ്രോസസ്. നിങ്ങളുടെ വീഡിയോ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വെളുപ്പിന് വരെ ഇത് തന്നെ കാണിച്ച്. പിന്നെ യൂട്യൂബ് ഉടനെ ഇമെയിലൊരു മെയിൽ വന്ന്, എന്താണ്, ദെയർ ഈസ് കോപ്പിറൈറ്റ് ഇഷ്യൂ. നിങ്ങൾ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ അത് വേറെ ആൾക്കാരുടെ വീഡിയോ ആണ്, വേറെ ആളുടെ ശരിയായിരിക്കുക. കാര്യം നമ്മൾ വേറെ ആൾക്കാരുടെ സിനിമയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ യേശുവിനെ കുറിച്ചുള്ള 5-6 സിനിമയുണ്ടായിരുന്നു. അത് ഏതുകൊണ്ട് കണ്ടന്റ് എടുത്തിട്ട് കർത്താവിനെ ഈ ജപമാല രഹസ്യമായിട്ട് ഞങ്ങൾ ആ വീഡിയോ എടുത്തിട്ട് വിടും. പക്ഷേ യൂട്യൂബ് അത് സെൻസ് ചെയ്യും, കോപ്പിറൈറ്റ്. അവർ തിരിച്ചു പറയും, ഇത് സോറി, നമുക്കിത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇത് കോപ്പിറൈറ്റ് കണ്ടന്റ് ഉണ്ടെന്ന് പറയും. പിറ്റേ ദിവസം ഞങ്ങളെല്ലാം വീഡിയോയിലെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഇപ്പം സുന്ദരമായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഞാൻ അതിൽ നിന്നൊരു പാഠം പഠിച്ചു. പല പ്രാർത്ഥനയും ഇതുപോലെ വിഷയം, പല പ്രാർത്ഥനയ്ക്കും ഇതുപോലെ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാവും. നമ്മൾ പ്രാർത്ഥിക്കും, പക്ഷേ പ്രോസസ്സിങ് അപ്പോഴും ആ പ്രാർത്ഥന താമസിക്കും. എന്ന് പറയും, യുവർ പ്രെയർ ഈസ് ഇൻ പ്രോസസ്. നിങ്ങളുടെ പ്രാർത്ഥന പ്രോസസ്സിലാണ്. എന്താ കാര്യം? അതൊക്കെ പ്രോസസ്സിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഒരു 70% കേൾക്കത്തില്ല. അതിൽ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് പറയും. കാര്യം നമ്മുടെ പ്രാർത്ഥനയിലുണ്ട്. നമ്മുടെ പ്രാർത്ഥനയിൽ, അതായത് 3 രാജ്യങ്ങളല്ലേ, ലോകരാജ്യം, ദൈവരാജ്യം, നരകരാജ്യം. അപ്പോൾ ഈ ദൈവരാജ്യത്തിൻ്റെ പ്രോസസ്സുണ്ട്, അതിലാണ് ഈസി ആയിട്ട് പോകണം. പക്ഷേ അതിൽ ഈ പിശാചിൻ്റെ കണ്ടൻറ് ഉണ്ടെങ്കിൽ പിശാച് പറയും, അത് എൻ്റെ കണ്ടൻറ്റാണ്, ക്ലെയിമാണ്, എനിക്കാണ് എൻ്റെ കോപ്പിറൈറ്റ് എന്ന് പറയും, ബ്ലോക്ക് ചെയ്ത് കളയും. അപ്പം അച്ഛൻ നിങ്ങളവർക്ക് അച്ഛനിങ്ങനെ സുന്ദരമായിട്ട് സുഖിപ്പിച്ച് പറയുകയാണ്, അല്ല, ഇറ്റ്സ് എ ഫാക്ട്. ഈ സബദി പുത്രന്മാരുടെ ഈ ആൾക്കാരല്ലേ, യാക്കോബും യോഹന്നാനും, അവർ തന്നെ ഒരു പ്രാവശ്യം എന്താ കാണിച്ചത്?
അവർ വന്നേച്ചും പറയും കർത്താവേ, അവരിങ്ങനെ ഇറങ്ങത്തോണ്ട് നിൽക്കുകയാണ്, കർത്താവേ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി സമരിയക്കാരെ നശിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെയോ? അവരോട് പ്രാർത്ഥിക്കുകയാണ്. എന്തിനാണ്? സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി വീഴാൻ വേണ്ട കഴിവ് ഇവർക്ക് നൽകാൻ, ഇവിടെ പ്രാർത്ഥനയ്ക്ക് നൽകാൻ വേണ്ടി ഇവർ ചോദിക്കുകയാണ്. അപ്പോൾ കർത്താവ് പറയും അതിൻ്റെ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് പറയും. എന്താ കാര്യം? ഈ കത്തിക്കണ പരിപാടിയൊക്കെ ദൈവരാജ്യത്തിൻ്റെ അല്ല, എന്തരൂപിയാണ് നിങ്ങൾക്കുള്ളത്? അതാണ് 9:54 ലുക്കായുടെ സുവിശേഷം 9:54. എന്തരൂപിയാണ് അത്? നേരെ നോക്കി കാണത്തില്ല, ടിപ്പടി കിടപ്പുണ്ട്, വേറെ കയ്യെഴുത്ത് പ്രതിയിൽ അതുള്ളതാണ്. അങ്ങനെ 9:54, അതായത് എന്തരൂപിയാണ് നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾക്കറിയത്തില്ല. കാര്യം നരകരാജ്യത്തിൻ്റെ പിശാചിൻ്റെ കണ്ടൻ്റാണ് നശിപ്പിക്കുക എന്നുള്ളതേ. നമുക്ക് ആരെയും നശിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഇപ്പം നിനക്ക് കാനഡയിൽ പോകണം, നിനക്ക് OIT പാസ്സാകാൻ കാനഡയിൽ പോകണം. അപ്പോൾ എന്താ നിൻ്റെ ഉദ്ദേശമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് കോപ്പറേറ്റ് ഇഷ്യൂ ഉണ്ടാവും ചിലപ്പോൾ. കാര്യം നീ ഉദ്ദേശിക്കണത് എന്താണ്? കാനഡയിൽ പോയി അവിടെ സിറ്റിസൺ ആയി കഴിയുമ്പോൾ സ്വന്തം വരുമാനം സ്വന്തം കാലേ നിൽക്കാൻ പറ്റും. അപ്പോഴീ കള്ളുകുടിയനായ ഭർത്താവിനെ അവിടെ വെച്ച് നിങ്ങൾക്ക് ഗുഡ് ബൈ പറയാം, തേക്കാൻ പറ്റും. അപ്പോൾ അതായിരിക്കും ഉള്ളിൽ മനസ്സിരിപ്പ്. അതാണ് കോപ്പറേറ്റ് ഇഷ്യൂ എന്ന് പറയണത്. നീ ഉദ്ദേശിക്കുന്ന കാര്യം നല്ലതാണ്, നിനക്ക് വിദ്യാഭ്യാസമുണ്ട്, നീ OIT ചെയ്യുന്നതുകൊണ്ട് അത് പാസ്സാകണം, കാനഡയിൽ പോകണം. നിൻ്റെ ഉദ്ദേശം എന്താണ്? നിൻ്റെ സ്വന്തം നിലയിലായിക്കഴിഞ്ഞാൽ ഭർത്താവിനെ ഉപേക്ഷിക്കുക, പിന്നെ നാട്ടിയവരായിരുന്നാൽ പോരെ. വേറെ ആരെങ്കിലും ലൈൻ അടിച്ച് കണ്ണും കൈ കാണിച്ച് എവിടെയെങ്കിലും പോയി താമസിച്ചാൽ അവിടെ സുന്ദരമായിട്ട് ജീവിക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ പാപം ചെയ്യാനും ആത്മാവിനെ നഷ്ടപ്പെടുത്താനും ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് നീ കാനഡയിൽ പോകാൻ വേണ്ടിയുള്ള പ്രെയർ വെച്ച് കഴിഞ്ഞാൽ കോപ്പറേറ്റ് ഇഷ്യൂ ഉണ്ടാകും. കാര്യം എന്താണ്? ആ നശിപ്പിക്കുക എന്നുള്ള കണ്ടൻറ്റ് ജോൺ 10:10 കൊല്ലാനും നശിപ്പിക്കാനാണ് കള്ളം വരുന്നതെന്ന് പറയത്തില്ലേ? അപ്പോൾ യേശുവിൻ്റെ കണ്ടൻറ്റ് എന്താണ്? ഹൗ ഫാർ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു മീ. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകാനും അത് സമർത്ഥമായി നൽകാനുമാണ്. അപ്പം നീ കാനഡയിൽ പോയിട്ട് പറയണത് എന്താണ്? കർത്താവേ, എൻ്റെ ഭർത്താവിൻ്റെ ചേട്ടൻ അന്നത്തെ കാലത്ത് പഠിക്കാൻ പറ്റാഞ്ഞ കാരണം അവർക്ക് നല്ല വീടൊന്നുമില്ല, ഞങ്ങൾ രക്ഷപ്പെട്ടാൽ ചേട്ടനെ രക്ഷപ്പെടുത്തിക്കൊള്ളാം. എൻ്റെ വീട്ടിൽ എൻ്റെ അനിയത്തിനും ബുദ്ധിമുട്ടാണ് കെട്ടിച്ച വീട്ടിലെ പാട്ടിൽ, അവരെയും രക്ഷപ്പെടുത്തുക. അപ്പോൾ കണ്ടൻറ്റ് കറക്റ്റാണ്. കാര്യം എന്താ? ഈശോ വന്നിരിക്കുന്നത് എന്തിനാണ്? യോഹന്നാൻ 10:10 ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനുമാണ്. അത് ദൈവരാജ്യത്തിൻ്റെ കണ്ടൻ്റാണ്. അപ്പം നിൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനെയും രക്ഷപ്പെടുത്തുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകള് പഠിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കും, അവർ ബുദ്ധിമുട്ട് ജീവിക്കുകയാണ്, പക്ഷേ ഒരു കുഞ്ഞിനെ ഒരു കൈത്താങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ രക്ഷപ്പെട്ടു പോകും. അങ്ങനെയാണ് ആ കുടുംബം മൊത്തം രക്ഷപ്പെടും. അങ്ങനെ ആ ഒരു ഉദ്ദേശത്തിലാണ് നീ കാനഡയിൽ പോകാനുള്ള പ്രാർത്ഥന വെക്കണമെങ്കിൽ അതിനകത്ത് മുഴുവനും കിടക്കുന്ന ദൈവരാജ്യത്തിൻ്റെ കണ്ടൻ്റാണ്. അതിൻ്റെ ബേസിക്കായിട്ട് ദൈവം മഹത്വപ്പെടും. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ പ്രാർത്ഥനകളിൽ നരകരാജ്യത്തിൻ്റെയും ലോകരാജ്യത്തിൻ്റെയും ഘടകങ്ങളെ മാറ്റിക്കൊണ്ട് ദൈവമഹത്വത്തിൻ്റെ അംശങ്ങളെ ചേർത്ത് സുവിശേഷത്തിൻ്റെ സാക്ഷിയുടെ പ്രാർത്ഥനയാക്കി എന്നെ ഉയർത്തണമേ. ശ്രുതികടേ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇതെല്ലാം ഇപ്പോൾ നമ്മുടെ പ്രാർത്ഥനയായാലും, പ്രാർത്ഥന മാത്രമല്ല നമ്മുടെ പ്രവർത്തികളും അതിലും ഈ പീഡാനുഭവത്തിൻ്റെ കണ്ടൻ്റ് ഉണ്ടാകണം. അച്ഛൻ പറഞ്ഞ മനസ്സിലായില്ലേ? പ്രാർത്ഥനയ്ക്ക് മാത്രമല്ല, ഇപ്പോൾ പ്രാർത്ഥനയിൽ പീഡാനുഭവത്തിൻ്റെ കണ്ടൻ്റ് ഉണ്ടാകണം, അതിൻ്റെ ഘടകം ഉണ്ടാകണമെന്ന് പറഞ്ഞു. ഇപ്പോഴേ അച്ഛൻ രണ്ടാമത് B പോയിൻ്റായിട്ട് പറയുന്നത് എന്താണ്? നമ്മുടെ പ്രവൃത്തികളിലും. ഇപ്പം ഞാൻ ഓർക്കുവേ, കർത്താവ് ഈ താലന്തിൻ്റെ ഉപമ പറഞ്ഞില്ലേ? താലന്തിൻ്റെ ഉപമ പറഞ്ഞപ്പോഴേ ഈശോ എന്നാ പറഞ്ഞത്? അതായത് മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരെ വിളിച്ചു. ഇപ്പം നമ്മുടെ മത്തായി സുവിശേഷത്തിലുണ്ട്. ഇപ്പം അങ്ങനെ പറയുമ്പോഴേ ആ 3-ാം മണിക്കൂർ അയാൾ പുറത്തോട്ടിറങ്ങി. ദാറ്റ് മീൻസ് 9 മണി. അവർക്ക് ഈ 1 മണി എന്നൊക്കെ പറയുന്നത് നമ്മുടെ രാവിലെ 6 മണിയാണ്. പിന്നെ അയാൾ 6-ാം മണിക്കൂർ ഇറങ്ങി. ദാറ്റ് മീൻസ് 12 മണി. പിന്നെ അയാൾ 11-ാം മണിക്കൂർ ഇറങ്ങി.
പകലിൻ്റെ ചൂടും അധ്വാനവും ഒക്കെ വേർപ്പം കഷ്ടപ്പാട് അനുഭവിച്ച ഞങ്ങളോട് ഈ അവസാനം വന്ന ആൾക്കാർക്ക് ഒരു ദിനാറ്, ഞങ്ങൾക്കൊരു ദിനാറ്. അപ്പം ഞങ്ങൾ സഹിച്ച ചൂടിന് എന്ത് വില, ഞങ്ങൾ സഹിച്ച വേർപ്പിന് എന്ത് വില, ഒരു വിലയില്ലാതാക്കിയില്ല എന്നാണ് ചോദിക്കണത്. പക്ഷേ സുവിശേഷത്തിൻ്റെ വിലയെന്ന് പറയണത് ഈ നാട്ടുനടപ്പനുസരിച്ചുള്ളൊരു ലോകരാജ്യത്തിൻ്റെ വിലയല്ല. അവിടെ ഒരു പ്രശ്നമുള്ളത് ഹൗ ഫാർ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു മീ. നീ വെയിൽ കൊണ്ട് കാണാം. ഞാനും നീയുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? എഗ്രിമെൻ്റാണ്. ഒരു ദിനാറൊക്കെ പണി ചെയ്യാമെന്ന് നീ പറഞ്ഞു, സമ്മതിച്ചു, നീ അത് ഏറ്റവും നീ പണി ചെയ്തു, ഞാൻ കാശ് തന്നു. അപ്പം നമ്മളുടെ ബന്ധം തീർന്നു. പക്ഷേ ഈശോ പറയണ ഒരു ബന്ധം എന്ന് പറയണത് ഇങ്ങനെയുള്ള സാങ്കേതികമായിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ അപ്പുറത്തൊരു ബന്ധമുണ്ട്. അതെന്ന് വെച്ചാൽ അത് ഈശോയുമായിട്ടുള്ള ബന്ധം നമ്മളെ എന്ത് കഷ്ടപ്പെട്ടെന്നല്ല പ്രശ്നം, ആർക്ക് വേണ്ടി കഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പ്രശ്നം. അതാണ് ഹൗ ഫാർ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു മീ. ചിലപ്പോൾ കഷ്ടപ്പാട് ഇപ്പോൾ എന്തുമാത്രം ആൾക്കാർ കഷ്ടപ്പെടുന്നു, എന്തുമാത്രം ഇപ്പോൾ അമ്മ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു, നാട്ടുകാർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു, ഓരോരുത്തർക്കും. ഇപ്പോൾ പാർട്ടിക്കാർ കഷ്ടപ്പെടുന്നു. ഇപ്പം ഞാനൊക്കെ ഇടവക ഇരുന്നപ്പോഴേക്ക് ഭയങ്കരമായ ഒരു സങ്കടപ്പെട്ട ഒരു രോഗി, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്തൊരു രോഗിയാണ്. അന്ന് സൈക്കിളിൻ്റെ ബാക്കിലിരുത്തി കെട്ടിവെക്കണ രീതിയിൽ കൊണ്ടുപോയി വോട്ട് ചെയ്യിക്കാൻ വേണ്ടി. കഷ്ടപ്പാടുണ്ട് ആ പാർട്ടിക്ക്. എന്തുമാത്രം കഷ്ടപ്പെടണം ആ മനുഷ്യൻ. ആർക്ക് വേണ്ടിയാണ്? ഒരു വോട്ട് കിട്ടി സ്വന്തം പാർട്ടിക്ക് വേണ്ടിയാണ് ആ കഷ്ടപ്പാട്. അങ്ങനെ പല കഷ്ടപ്പാടുകളും ലോകത്തുണ്ട്. ഈ കഷ്ടപ്പാടിനൊന്നും റെമ്യൂണറേഷൻ ഇല്ല. പകലിൻ്റെ ചൂട് അനുഭവിച്ച് കാണും, വെയിലൊക്കെ അനുഭവിച്ച് കാണും. അത് എള്ളുണങ്ങണത് ആർക്ക് വേണ്ടിയെന്ന് ചോദിച്ചാൽ എള്ളുണങ്ങണ എണ്ണ കിട്ടുക. പാറ്റാപ്പിഴക്ക് ഉണങ്ങണ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കർത്താവിന് മാറ്റി നിർത്തിക്കൊണ്ട് കുറേ ഉണക്കലുണ്ട്. ഈ ഉണക്കലൊന്നും സുവിശേഷത്തെ റിവാർഡ് ചെയ്യത്തില്ല. അത് മനസ്സിലാക്കണം നമ്മൾ. നിങ്ങൾ ചിലപ്പോൾ കഷ്ടപ്പെടുന്നുണ്ട്, മകൾക്ക് വേണ്ടിയും കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടുന്നു ഇല്ലേ? മാതാപിതാക്കന്മാർ ഉറക്കം നിന്ന് കഷ്ടപ്പെടുന്നു. അപ്പോൾ ഇതിങ്ങനെ ഓരോ ഇതൊന്നും ഈശോ മക്കൾക്കൊക്കെ വേണ്ടി കഷ്ടപ്പെടുമ്പോഴും നിങ്ങൾ ഈശോയുടെ പീഡാനുഭവമായിട്ട് കണക്ട് ചെയ്യണം. അല്ലെങ്കിൽ ഇവർക്ക് കിട്ടിയ പോലെ അനുഭവം വരും, ഒരു ദിനാറ് കിട്ടും. നിങ്ങൾ എന്നാ അതിൻ്റെ അകത്ത് ജീസസ് കണ്ടന്റ് എന്താണ്, പാഷൻ കണ്ടന്റ് എന്താണ്, ഹൗ ഫാർ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ജീസസ്. നീ ഇപ്പം നിൻ്റെ ഭർത്താവ് രോഗിയായി. ഇപ്പോൾ ഒരു അമ്മച്ചേനോട് എപ്പോഴും പറഞ്ഞ കാര്യം ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 14 വർഷം എൻ്റെ അമ്മായിയപ്പൻ്റെ കിടക്കയിൽ മലമൂത്ര വിസർജനങ്ങളെല്ലാം എടുത്തെന്ന് പറയും. അത് കറക്റ്റാണത്. ചിലപ്പോൾ 28 വർഷം എടുത്ത് കാണും. ഫോർ വാട്ട്, ഫോർ ഹൂം? ആ ചോദ്യത്തിന് നമ്മൾ മറുപടി പറയണം. നിങ്ങൾ സഹിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഹൗ ഫാർ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ പാഷൻ ഓഫ് ജീസസ്. നിൻ്റെ കഷ്ടപ്പാടുകൾ കർത്താവിൻ്റെ പീഡാനുഭവത്തോടെ, നിൻ്റെ ആത്മാവ് ലോകത്തിൻ്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി യേശുക്രിസ്തു സഹിച്ച സഹനങ്ങളോട് ഹൗ ഫാർ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ജീസസ് യുവർ സഫറിങ്. അതാണ് പ്രശ്നം. ഇതിൻ്റെ അകത്ത് വരുന്നൊരു പ്രശ്നം, നമ്മൾ ഒത്തിരിയേറെ കഷ്ടപ്പെടുന്നുണ്ട് പലതരത്തിലും. ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു, അയൽവാസികൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു, എന്തെല്ലാം തരത്തിലുള്ള സഹനങ്ങൾ നമ്മൾ ലോകത്തെല്ലാം കാണുന്നു. ഇതൊന്നും റെമ്യൂണറേഷൻ ഉണ്ടാകും. ഈ പകലിൻ്റെ വെയിലും ചൂടൊക്കെ അനുഭവിക്കുന്ന ആൾക്കാർ അന്നുകൊണ്ട് ഇന്നുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് റിവാർഡഡ്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ദ പാഷൻ ഓഫ് ജീസസ്. നമ്മളൊരു വിശ്വാസി ആയിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മുഴുവൻ പീഡാനുഭവങ്ങൾ, നീ ശ്വാസം മുട്ടൽ, വേരിക്കോസെങ്കിൽ വേരിക്കോസ്, വിസർപ്പമെങ്കിൽ വിസർപ്പം, ആ രോഗം ഇപ്പോൾ വിസർപ്പം കൊണ്ട് തൊലി പൊളിഞ്ഞു വരുമ്പോൾ വി മസ്റ്റ് സേ ജീസസ്, ഞാൻ നിൻ്റെ ചോര പുരണ്ട ശരീരത്തോട് നീ ശരീരം മുഴുവനും അടി കൊണ്ട് പാടുകളേറ്റ് തൊലി പൊളിഞ്ഞ് നീ നിലത്ത് വീണപ്പോൾ ആ രക്തത്തിൽ ചെളി പുരണ്ട് നീറിയിട്ടുള്ള വേദനകളിലെ കർത്താവേ, അത് നീ അനുഭവിച്ചത് ഞാൻ ഇന്നാളും നിങ്ങളോട് പറഞ്ഞിരുന്നു. അതായത് നിങ്ങളെ വേദന അനുഭവിക്കുമ്പോൾ എനിക്ക് കുത്തിത്തിരിയണ പല്ലുവേദനയാണ് ഏറ്റവും അവസാനം ഉണ്ടായത്. ഉറക്കം രാത്രി മൊത്തം ഉറങ്ങിയില്ല. നിങ്ങളവർക്ക് നമ്മളിങ്ങനെ കർത്താവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചൊക്കെ പറയാനൊക്കെ ഭയങ്കര രസമായിരിക്കും. പക്ഷെ ഓരോരുത്തരും വന്ന് പെടുമ്പോഴായിരിക്കും വിവരം അറിയണത്.
അതെനിക്കറിയാം. ഞാൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഞാൻ കർത്താവിൻ്റെ പീഡാനുഭവത്തിന് അധികം തൊട്ടില്ല. പക്ഷേ എന്നിട്ട് ഞാനൊരു പ്രാവശ്യം പറഞ്ഞു ഈശോയോട്, ഒരു 10 മിനിറ്റ് ഞാൻ പറഞ്ഞു, കർത്താവേ ഇത് മൊത്തം എനിക്ക് സഹിക്കാൻ പറ്റണില്ല, ഈ 10 മിനിറ്റ് പൂർണ്ണമായിട്ട് ഞാൻ പീഡാനുഭവത്തിൻ്റെ കൂടെ കൂട്ടിവെക്കണം എന്ന് പറഞ്ഞു. 10 മിനിറ്റ്. കാര്യം ബോധത്തോടെ ആ വേദന വരുമ്പോൾ മാത്രമൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. ചെറുതായാലും വലുതായാലും വേദന വരുമ്പോഴേ പല വേദനയും അറിയാത്ത വേറെ പല വേദന ഉള്ളതുകൊണ്ടാണ്. പക്ഷെ ഒരു വേദന മാത്രമായിട്ട് വരുമ്പോൾ ആ ഒരു വേദന എല്ലാ വേദനയാണെന്നൊക്കെ തോന്നിപ്പോവും. പക്ഷേ എന്നാലും അതിൻ്റെ അകത്തൊരു പീഡാനുഭവത്തിൻ്റെ കണ്ടൻറ്റ് വെച്ചാൽ നമ്മൾക്ക് പിന്നീട് ഈ അന്നു വേണ്ട ആഹാരമെന്നും പറഞ്ഞ് ഒരു ഏർപ്പാടില്ലേ, എന്നുവെച്ചാൽ ഇന്നത്തെ ആഹാരം. അപ്പോഴേ ഇന്നത്തെ ആഹാരം പോലെ തന്നെയാണ് നാളത്തെ ആഹാരമുണ്ട്. നാളത്തെ ആഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഈശോ നാളത്തെ ആഹാരം എന്ന് പറയണത് ഇന്ന് നമുക്ക് ഉണ്ടാക്കി വെക്കാം, സംരക്ഷിക്കാം. അതെന്താണ്? ഈശോയുടെ പീഡാനുഭവത്തെ പ്രതി നമ്മളൊരു വേദന അനുഭവിച്ച് വെച്ചാൽ അത് നാളത്തെ ആഹാരമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. എന്ന് വെച്ചാൽ പത്രോസിൻ്റെ കാല് കഴുകുമ്പോൾ ഈശോ പറയുന്ന വാക്കില്ലേ, ഞാൻ ചെയ്തത് എന്താണെന്ന് നിനക്കിപ്പം മനസ്സിലാവത്തില്ല, പിന്നീട് മനസ്സിലാകുമെന്ന്. അപ്പോൾ പിന്നീട് നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളുണ്ട്. നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോഴേ ഇന്നത്തെ കഷ്ടതകൾ തുലോ നിസ്സാരമാണെന്ന് പറയുമ്പോൾ അതാണ് നാളത്തെ ആഹാരം എന്ന് പറയുന്നത്. ഈ നാളത്തെ ആഹാരം എന്ന് പറഞ്ഞാൽ എന്താ? അത് ഇന്ന് ഉണ്ടാക്കണതാണ്. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. നാളത്തെ നിത്യതയുടെ ആത്മാവിൻ്റെ ആഹാരവും മഹത്വം എന്ന് പറഞ്ഞാൽ എന്താ? അത് ഇന്ന് ഉണ്ടാക്കണതാണ്. നമ്മൾ ഇന്ന് എന്തുമാത്രം കുരിശുകൾ നാളത്തെ മഹത്വത്തിന് വേണ്ടി എന്തുമാത്രം കുരിശുകൾ നമുക്ക് ലഭിക്കണത് നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ അക്സെപ്റ്റ് ചെയ്യുന്നു. അതാണ് ഹൗ ഫാർ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ജീസസ്. നിൻ്റെ വേദനകൾ എന്തുമാത്രം ഈ കാലത്ത് നീ പല പല വേദന അനുഭവിക്കും. മക്കളെ പ്രതിയും ചിലപ്പോൾ കള്ളക്കേസാക്കപ്പെടും. ഇപ്പം ജയിലിൽ കിടക്കുന്ന എല്ലാവരും മോശക്കാരാണ്. പല ആൾക്കാരും ഒറ്റിയതും കള്ളക്കേസാക്കപ്പെട്ടതും ഒക്കെയാണ്. അവരുടെ കയ്യിൽ കൊടുക്കാൻ പ്രൂഫില്ല, സാക്ഷികളുമില്ല, അവൻ പെട്ടിരിക്കുകയാണ്. പക്ഷെ ക്രിസ്ത്യാനിയാണ് അങ്ങനെ ജയിലിൽ കിടക്കുകയാണെങ്കിൽ അവൻ അതുകൊണ്ട് നേടും. എന്താ കാര്യം? അവൻ കർത്താവിനെ പോലെ കിടക്കുകയാണ്. എന്താ കാര്യം? തെറ്റ് ചെയ്യാതെ ശിക്ഷ മേടിക്കുകയാണ്. എൻ്റെ ദൈവത, നീ ഒരു തെറ്റ് ചെയ്യാതെയാണ് ഒരു ശിക്ഷ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അത് ദൈവം അനീതി ചെയ്തതുകൊണ്ടല്ല. നാളത്തെ ആഹാരം നീ ഇന്ന് കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ പേരിൽ അത് ഏറ്റെടുത്തിരിക്കുമ്പോൾ നാളത്തെ മഹത്വത്തിന് ദൈവം നിന്നെ ഒരു പ്രത്യേക പരിപാലനയുടെ കൊണ്ടുപോവുകയാണ്. അത് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മനസ്സിലാകത്തുള്ളൂ. അതാണ് പരിശുദ്ധാത്മാവില്ലാതെ ക്രിസ്ത്യൻ ലൈഫ് പോസിബിൾ അല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. ഈശോ എന്നാ പീഡാനുഭവ പ്രവചനം കഴിഞ്ഞ് പറഞ്ഞത് എന്താ പറഞ്ഞത്? ഇപ്പോൾ 16:24 എന്താ പറഞ്ഞത്? നിങ്ങൾ ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. അതില്ലേ സംഭവം? എന്നിട്ട് ഈശോ പിന്നെ അതിനുശേഷം എന്താ പറയണത്? ഈ കുരിശ് മാറ്റണത് കുറച്ച് വിഷയമുണ്ട്. അതെന്താണ്? ലോകമാണ്. ഈ കുരിശ് മാറ്റണത്, കുരിശ് മാറ്റിയിട്ട് ജീവിതത്തെ സ്വീകരിക്കണത് എന്താണ്? ലോകമാണ്. അതിന് ഈശോ എന്താ പറഞ്ഞത്? അതിൻ്റെ കൂടെ 16:26 മത്തായിയുടെ സുവിശേഷം, നിങ്ങൾ ലോകം മുഴുവൻ നേടും, കുരിശെല്ലാം മാറ്റി വെച്ചും, പക്ഷെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം എന്ന് പറയുമ്പോൾ ബുദ്ധിയുള്ള ക്രിസ്ത്യാനി നീ എന്താ മനസ്സിലാക്കേണ്ടത്? നീ ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? 16:26. അപ്പോൾ 24 എന്താ പറഞ്ഞിരിക്കുന്നത്? എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിക്കുക, കുരിശെടുക്കുക, കൂടെ വരിക. കുരിശ് മാറ്റിയാൽ പിന്നെയുള്ള എന്താണ്? ലോകമാണ്. ലോകത്തിൻ്റെ സന്തോഷം, ലോകത്തിൻ്റെ നീതി, അതനുസരിച്ചുള്ള ഭൗതിക അഭിവൃദ്ധികളാണ്. ഈ ഭൗതിക അഭിവൃദ്ധി മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനമെന്ന് കർത്താവ് നമ്മോട് ചോദിക്കുമ്പോൾ അറിയാതെ ചോദിക്കുന്ന വേറൊരു ചോദ്യമുണ്ട്. എന്താണ്? ആത്മാവിന് വേണ്ടി നേടാനുള്ളത് കുരിശ് മാത്രമാണെന്നാണ്. ദാറ്റ്സ് എ കണ്ടന്റ് ഓഫ് ജീസസ്. അതാണ് ഞാൻ പറഞ്ഞ പാഷൻ കണ്ടത് പറയണത്. ലോകം മുഴുവൻ നേടിയ ഇപ്പോൾ 16:24 കർത്താവ് നമ്മോട് ചോദിക്കുകയാണ്, ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനമെന്ന്.
അപ്പം 24 ആദ്യം ചോദിച്ചത് എന്താണ്? എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കണോ? സ്വയം പരിത്യജിക്കുക, തൻ്റെ കൂടെ കുരിശെടുക്കുക, കൂടെ വരിക എന്ന് പറയും. അപ്പം കൂടെ വരണമെന്നുണ്ടെങ്കിൽ ഒറ്റ കണ്ടീഷൻ എന്താണ്? ലോകം നേടുക. ആത്മാവിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ലോകം നേടുക എന്നുള്ള നിൻ്റെ വ്യഗ്രത അവസാനിപ്പിക്കണം. അവിടെയാണ് പ്രശ്നം. അപ്പോഴേ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ട എന്ത് പ്രയോജനം എന്ന് പറയുമ്പോഴേ ആത്മാവിനെ നേടാനുള്ള മാർഗം എന്താണ്? കുരിശെടുക്കുക എന്നുള്ളതാണ്. അത് കറക്റ്റല്ലേ സംഭവം? ഇനി കുരിശെടുത്തുള്ള പ്രവർത്തനങ്ങളുണ്ട്, കുരിശ് വെച്ചുള്ള പ്രവർത്തനങ്ങളുണ്ട്. ഇപ്പം നമ്മൾ പെസക അപ്പം മുറിക്കുമ്പോൾ അതിൻ്റെ പുറത്തൊരു കുരിശുണ്ടാകും. നമ്മൾ കുരിശ് അടത്തി മാറ്റും. ചില പിള്ളേരാണെങ്കിൽ കുരിശ് പൊളിച്ച് തിന്നുകയും ചെയ്യും. എന്നാലും കുരിശിൻ്റെ ഒരു മുദ്ര നിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഈ പരിത്യാഗത്തിൻ്റെ ഒരു മുദ്രയുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് നിൻ്റെ പ്രവൃത്തി. ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്നറിയാവോ? അതായത് ഈ 16:27 വായിക്കും. ഒന്ന് ശ്രദ്ധിച്ചാൽ മക്കളെ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ മത്തായി ശ്ലീഹയുടെ 16:27 വചനമുണ്ട്. നമ്മൾ 24, 26 കഴിഞ്ഞിട്ടാണ് 27 വചനം. ശ്രദ്ധിച്ചു തന്നെ മക്കളെ. 16:27 മനുഷ്യപുത്രൻ സ്വപിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരോടൊത്ത് വരാനിരിക്കുന്നു. അപ്പോൾ അവൻ ഓരോരുത്തർക്കും തന്താങ്ങളുടെ പ്രവൃത്തിക്കനുസരിച്ചുള്ള പ്രതിഫലം നൽകും. ഇപ്പം മനസ്സിലായില്ലേ? എന്താ മനസ്സിലായത്? അതായത് മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ വരാനിരിക്കുന്നു. അപ്പോഴെന്നാ ചെയ്യും? ഓരോരുത്തർക്കും തന്താങ്ങളുടെ പ്രവർത്തികൾക്കനുസരിച്ചുള്ള പ്രതിഫലം നൽകും. ഇത് പറയണത് എപ്പോഴാണ് ഈശോ പറയണത്? എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ചുകൊണ്ട് തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എൻ്റെ കൂടെ വരാൻ പറയുന്ന ആ 16:24 മത്തായി ശ്ലീഹയുടെ 16:24 എന്താണ്? എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിക്കുക, തൻ്റെ കുരിശെടുത്തുക, എൻ്റെ കൂടെ വരിക. ഈ കുരിശെടുത്ത് കൂടെ വരുന്ന പ്രവർത്തിക്കാണ് 16:27 വരുമ്പോൾ പ്രതിഫലം തരണത്. അപ്പോൾ പ്രവർത്തിച്ചെന്ന് പറഞ്ഞൊരു കഥയുമില്ല. ഇസ് ദർ എ കണ്ടന്റ് ഓഫ് ക്രോസ് ഇൻ ഇറ്റ്? നീ പ്രവർത്തിച്ചതിൽ യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ മുദ്രയുണ്ടോ? അത് ഭാര്യക്കായാലും ഭർത്താവിനായാലും നാട്ടുകാർക്കായാലും ഇനി തെറ്റ് ചെയ്യാത്ത ശിക്ഷ ജയിലിൽ കിടന്ന് അനുഭവിച്ചാലും ആർ യു പ്രൊക്ലെയിം ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്? കർത്താവിൻ്റെ നാമത്തിലാണോ? കർത്താവിൻ്റെ പീഡാനുഭവത്തിനെ പ്രഖ്യാപിച്ചുകൊണ്ടാണോ നിന്റെ പീഡാനുഭവത്തെ, രോഗത്തെ, നഷ്ടപ്പെടലിനെ, അതുപോലെ തകർച്ചയെ നീ കരുതണമെന്നുണ്ടെങ്കിൽ കണ്ടന്റ് ഓഫ് ക്രോസ് ഇൻ ഇറ്റ്. അതിൽ കർത്താവിൻ്റെ പീഡാനുഭവത്തിന് മുദ്രയുണ്ട്. അപ്പോഴേ ആ പ്രവൃത്തികൾക്കനുസരിച്ചാണ് നിനക്ക് പ്രതിഫലം. എങ്ങനെ? ഏത് പ്രവൃത്തി? കുരിശുള്ള പ്രവൃത്തി. കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ ഭാഗം. ഇപ്പം നിനക്ക് വേദന വന്നു, രോഗം വന്നു, ഇപ്പം നീ ഇപ്പം നാട്ടുകാർ നിനക്ക് തല്ലിയെന്ന് തന്നെ വിചാരിക്കുക, വീട് കയറി തല്ലിയെന്ന് വിചാരിക്കുക. ഇപ്പം വീട് കയറി തല്ലണ ഒരു സംസ്ഥാനമായിട്ട് മാറുകയാണല്ല. എന്തൊരു സംസ്ഥാനം! ഇപ്പോഴാ കക്ഷികളൊക്കെ ഇപ്പോഴും അറസ്റ്റ് ചെയ്തിട്ടില്ലേ? കേരള പോലീസിന് വൃത്തിയായിട്ട് അറിയാതെ എവിടെ ആൾക്കാരുള്ളതെന്നുണ്ടത്. പക്ഷേ ഇത് നമ്മൾ ലോകത്തോട് പറയുന്ന, അതായത് അരാജകത്വം, രാജാവില്ലാത്ത അവസ്ഥ, നിയമമില്ലാത്ത അവസ്ഥ, ആർക്കും ആരെയും കയറി വീട് കയറി തല്ലാം. പിന്നെ എന്നാ സുരക്ഷിതത്വം ഇവിടെ? പിന്നെ ആർക്ക് സുരക്ഷിതത്വം? തീർന്നില്ലേ? നമ്മൾ ഇത്രയും നാൾ ഈ നിയമവ്യവസ്ഥ, കോടതി ഇവിടെ ഉണ്ട്, പോലീസുണ്ട്. എന്തിനാണ്? ഇവിടെ ആരുടെയെങ്കിലും അവകാശങ്ങൾ ആക്രമിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണ്. ആ സംവിധാനത്തിനെ വെറുതെ നോക്കുകുത്തിയാക്കി വെച്ചുകൊണ്ട് ആർക്കും ആരുടെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ ഉടനെ കയറി വീട് കയറി തല്ലുമ്പോൾ തന്നെ ഓർക്കുമ്പോൾ ഇതൊക്കെ നേരെ ചൊവ്വേ നാളെ കാര്യങ്ങളിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. ആര്? ദൈവം ചോദിക്കുന്നില്ല പറയണത്, ജനം തന്നെ ചോദിച്ചിരിക്കും.
അല്ലെങ്കിൽ അരാജകത്വം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഒരു ഭരണഘടനയെ പോലും അപ്രസക്തമാക്കി കളയുന്ന രീതിയിലുള്ള വിഷയങ്ങൾ സമൂഹത്തിൽ വരുമ്പോൾ ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരെന്ന് പറയുന്ന ആൾക്കാർ മിണ്ടാണില്ലല്ലോ. അപ്പോൾ നമുക്കറിയാം ഇവരൊക്കെ കൈകാര്യം ചെയ്യുന്ന സാംസ്കാരികം സെലക്റ്റീവ് കൾച്ചറാണ്. അവരുടെ ജാതി അല്ലെങ്കിൽ അവരുടെ പാർട്ടി ഇങ്ങനെയുള്ള സംസ്കാരവും മൂല്യമാണ്. മൂല്യാധിഷ്ഠിതമെന്ന് പറയുമ്പോൾ സ്വന്തം പാർട്ടിയുടെ, സ്വന്തം മതത്തിൻ്റെ, സ്വന്തം ജാതിയുടെ മൂല്യം എന്നാണ് ഇപ്പോൾ വ്യാഖ്യാനിക്കേണ്ടി വരണത്. അങ്ങനെയുള്ള ഒരു അരാജകത്വം ഇതൊരു സാംസ്കാരിക സമൂഹത്തിന് എന്തുമാത്രം ഭൂഷണമാണ്. നമ്മളെവിടെ എത്തി? ഓരോരുത്തരും എത്തിയില്ല, നമ്മൾ തിരിച്ചു പോവുകയാണ്. 16-ാം നൂറ്റാണ്ടിലൊക്കെ തിരിച്ചു പോവുകയാണ് നമ്മൾ. ഈ തീവട്ടിക്കൊള്ളയെന്നൊക്കെ പറയുവേ, എന്ന് വെച്ചാൽ ഒരു രാജ്യത്തിലെ രാജാവിനെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കൊള്ളക്കാരും മറ്റു കൊള്ളക്കാരൊക്കെ സംഘടിച്ചുകൊണ്ട് രാത്രി തീവട്ടിക്കൊള്ള നടത്തി ഓരോ വീട്ടിൽ കയറി വീടിന് തീ വെക്കും. അതിനാണ് ആ ഒരു കാലം. അപ്പം ജനങ്ങളെല്ലാം സംഘടിച്ചുകൊണ്ട് ഒരു രാജാവിനെ ഉണ്ടാക്കുവരെ. ഇങ്ങനെയാണ് സമൂഹം മുന്നോട്ട് പോകുന്ന പഴയ അരാജക കാലഘട്ടം. ആരും ചോദിക്കാനും പറയാനുമില്ല, ആർക്ക് വേണമെങ്കിലും എന്തും ചെയ്യാം. ആരെയും കയ്യിലെടുത്താൽ നിയമത്തെ വരെ കയ്യിലെടുക്കാവുന്നതല്ലേ ഇപ്പോൾ കാണുന്നത്. നിയമത്തെ കയ്യിലെടുക്കാം, കോടതിയെ കയ്യിലെടുക്കാം, സർക്കാരിനെ കയ്യിലെടുക്കാം, പോലീസിനെ കയ്യിലെടുക്കാം. കയ്യിലെടുക്കണവൻ കാര്യക്കാരൻ, കൈ കരുത്തുള്ളവൻ കാര്യക്കാരൻ. അങ്ങനെയായി വന്നു. ഇതെന്താണ്? കാട്ടിലെ രാജ്യം, കാട്ടുനീതി എന്നൊക്കെ പറയും ഇതിനെ. അപ്പം ഇതൊക്കെ കൃത്യമായിട്ട് പ്രതിരോധിക്കുന്നില്ലെങ്കിൽ സമൂഹത്തിന് ഇവിടെ സമാധാനത്തോടെ പുലരാൻ പറ്റത്തില്ല. ഞാനൊരു വശം പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ വിഷയം നമ്മുടെ പ്രവർത്തികളിൽ കർത്താവിൻ്റെ പാഷൻ്റെ കണ്ടൻ്റ് ഉണ്ടാകണം. ഇപ്പം അവർ പറഞ്ഞത് ശരിയാണ്. ഞങ്ങളിപ്പോൾ 16-22 അവർ പറഞ്ഞില്ലേ, ഞങ്ങൾ പകൽ മുഴുവനും, അവരെന്താ പറയണത്, പകൽ മുഴുവനും ഞങ്ങൾ വെയിൽ കൊണ്ടില്ലേ. ഇപ്പം ഞങ്ങൾ പകൽ മുഴുവൻ വെയിൽ കൊണ്ട് ഞങ്ങളെ അവരോട് തുല്യപ്പെടുത്തിയല്ലോ എന്നാണ് ചോദിക്കണത് 20:12. അപ്പം പകൽ മുഴുവൻ വെയിൽ കൊള്ളണ ഒത്തിരി മനുഷ്യരുണ്ട്. പക്ഷെ ആരുടെ പേരിൽ? ഒന്നെങ്കിൽ സ്വന്തം കാര്യം, ആരുടെയും പേരിലല്ല. സുവിശേഷത്തിൽ എപ്പോഴും കർത്താവ് എന്താ പറയണത്? മനുഷ്യപുത്രൻ വരും. 16 ആ സംഭവം 16:27 വരുമ്പോൾ പറയും, തന്താങ്ങളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകും. ആ പ്രവൃത്തി എന്ന് പറയുന്നത് എന്ത് പ്രവൃത്തിയാണ്? യേശുക്രിസ്തുവിൻ്റെ കുരിശിനെ ഏറ്റുപറയുകയും കർത്താവിൻ്റെ നാമത്തിനെ പ്രതിയുള്ള പ്രവൃത്തികളാണ്. ആ പ്രവൃത്തികൾക്കനുസരിച്ചുള്ള പ്രതിഫലമാണ്. അപ്പോൾ ചില ആൾക്കാർ പറയവേ ഒരു കുഴപ്പമില്ല, എന്താണ് 1-ാം മണിക്കൂറിൽ 3-ാം മണിക്കൂറിൽ വന്നവർക്കും 12-ാം മണിക്കൂറിൽ വന്നവർക്കും 11-ാം മണിക്കൂറിൽ വന്നവർക്കും ഒരേ കൂലിയല്ലേ, എപ്പോഴെങ്കിലും വന്നാൽ മതി, എന്തെങ്കിലും ചെയ്താൽ പോരെ എന്ന് വിചാരിക്കുക. അല്ല സംഭവം. ചെയ്യണതല്ല പ്രശ്നം. ആ ചെയ്യണ ആ പ്രവൃത്തി, അത് കർത്താവിൻ്റെ പീഡാനുഭവങ്ങൾ. എന്നെ അനുഗമിക്കാൻ എൻ്റെ കുരിശിനോട് കർത്താവ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഭരിക്കണത് ഇഷ്ടമില്ലാത്തവന്മാരില്ലേ, അവരെ കൊണ്ടുവരാൻ പറഞ്ഞ ഒരു സമയമുണ്ടല്ലോ. അതാ സംഭവം. ദൈവരാജ്യത്തിൻ്റെ ഭരണം അംഗീകരിക്കാത്തവരെ, ലോകരാജ്യത്തിന് നരകരാജ്യത്തിന് ഭരണം അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരെ, ലോകത്തിന് വേണ്ടി, സ്വന്തം പേരിന് വേണ്ടി, സ്വന്തം പ്രശസ്തിക്ക് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരില്ലേ, ആ പ്രവർത്തിക്കുന്നവർ ചിലപ്പോൾ കഷ്ടപ്പാട് തന്നെ സഹിക്കണത്. ആ കഷ്ടപ്പാടുകൾക്ക് സുവിശേഷ കർത്താവിൻ്റെ മഹത്വത്തിന് പ്രതിഫലമില്ല എന്നാണ് 16:27 പറയണത്. മനുഷ്യപുത്രൻ തന്നെ പിതാവിൻ്റെ മഹത്വത്തിന് വരുമ്പോൾ അവരവരുടെ പ്രവർത്തികൾക്കനുസരിച്ച്, എന്ന് വെച്ചാൽ കർത്താവിൻ്റെ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിക്കുന്ന, തൻ്റെ കുരിശെടുക്കുന്ന പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകുമെന്നാണ് ഞാൻ പറഞ്ഞ. മനസ്സിലായില്ലേ ഇപ്പം നിങ്ങൾക്ക്? എന്തെങ്കിലും സഹനങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആർക്ക് വേണ്ടിയാണെങ്കിൽ എത്രയും വേഗം കർത്താവിൻ്റെ അക്കൗണ്ടിലാക്കിയേക്കണം അത്. അല്ലെങ്കിൽ അതെല്ലാം വെറുതെ സഹനമായി പോകും. എന്തെങ്കിലും സഹനങ്ങൾ, ഞെരുക്കങ്ങൾ നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ രോഗമാണെങ്കിൽ ഇപ്പം തന്നെ ഈ വചനം കേൾക്കണം, ഈ സമയത്ത് തന്നെ അത് സമർപ്പിക്കണം. കർത്താവേ, നിൻ്റെ പീഡാനുഭവത്തിൻ്റെ കൂടെ ഞാൻ കൂട്ടി വെക്കുന്നു എന്ന് പറയണം. നിത്യതയിൽ ഓഹരി കിട്ടാൻ വേണ്ടിയാണ്. നിത്യത നിങ്ങൾ ഈ പറയണ പോലെ 3-ാം മണിക്കൂറിൽ വന്നവനും 6-ാം മണിക്കൂറിൽ വന്നവനും 11-ാം മണിക്കൂറിൽ വന്നവനും ഒരേ വേദന അല്ല.
അത് സെൻറ്റ് പോൾ വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്നുണ്ട്. 1 കൊറിന്ത്യസ് 15:41 പുനരുത്ഥാനത്തിൽ ഇങ്ങനെ ഇരിക്കും. ആകാശത്ത് സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, നക്ഷത്രങ്ങൾക്ക് തമ്മിലും അരൂപിക്ക് പ്രകാശ വ്യത്യാസമുണ്ട്. അതുപോലെയാണ് മരിച്ചവരുടെ പുനരുത്ഥാനം എന്ന് പറയുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കത്തില്ലെന്ന് വ്യക്തമല്ലേ? നിങ്ങളുടെ കുരിശിൻ്റെ യേശുക്രിസ്തു നാമത്തിൽ ഒരു വ്യക്തി കുരിശെടുക്കുമ്പോൾ ആ കുരിശെടുത്തുകൊണ്ട് അമ്മായിയപ്പനെ ശുശ്രൂഷിക്കുന്നു, മരുമകനെ ശുശ്രൂഷിക്കുന്നു, ഭാര്യയെ ശുശ്രൂഷിക്കുന്നു, നാട്ടുകാരെ ശുശ്രൂഷിക്കുന്നു, സഭയെ ശുശ്രൂഷിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിലാണെന്ന് അത് ഏറ്റു പറഞ്ഞു കഴിയും അതിനകത്തൊരു കുരിശുണ്ട്. ആ കുരിശിൻ്റെ തോതനുസരിച്ച് കൊണ്ടാണ് കൃപ. നാമത്തെ വിശ്വസിക്കുന്നവർക്ക്, അവർ നാമത്തെ വിശ്വസിക്കുന്നവർക്ക് കൃപയ്ക്ക് മേൽകൃപ ലഭിക്കണം എന്ന് പറയുമ്പോൾ ഗ്രേസ്, അപ്പോർഡ് ഗ്രേസ് എന്ന് പറയുന്ന 1 യോഹന്നാൻ 1:16 ആ അപ്പോർഡ് ഗ്രേസ് ഇല്ലേ, അത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ്? അത് നീ അനുഭവിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവം എത്ര കണ്ട് നീ മാനസികമായിട്ട് അത് അംഗീകരിച്ച് വിശ്വസിച്ചുകൊണ്ട് അതിൻ്റെ പ്രവൃത്തികളിൽ ഉൾഘോഷിക്കുന്നുണ്ട്, അത്തരം കൊണ്ട് ഏറ്റു പറയുന്നുണ്ട്, ഹൃദയത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അതനുസരിച്ചാണ് രക്ഷാനുഭവം വരണത്. ആ രക്ഷാനുഭവം ചിലപ്പോൾ നിനക്ക് ആ രക്ഷാനുഭവം, ഇപ്പം അമ്മ ആദ്യമേ രക്ഷാനുഭവം ഉണ്ടായിരുന്ന ആളാണ്. കാര്യം രക്ഷ അവളുടെ ഉദരത്തിലാണ് ലഭിച്ചത്. അവൾ ഫുൾ ഓഫ് ഗ്രേസാണ്. അവളുടെ കുഞ്ഞിനെ കൊണ്ട് കൊടുത്തപ്പോൾ അത് ലൂക്ക 1:28 കുഞ്ഞിനെ കൊണ്ട് കൊടുത്തത് ശിമയോൻ്റെ കയ്യിൽ. ശിമയോൻ അപ്പോൾ വലിയപ്പനായിട്ട് വലിയ അപ്പാപ്പനായിട്ടിരിക്കുക, 11-ാം മണിക്കൂറിലിരിക്കുക. ആ ശിമയോന് കിട്ടിയ അതേ കൃപ തന്നെ അമ്മയ്ക്ക് കിട്ടിയ കൃപ തന്നെ ശിമയോന് കിട്ടുമെന്ന് പറഞ്ഞാൽ 11-ാം മണിക്കൂർ ശരിയാകുമോ? എക്കണോമിക്സ് ശരിയാകത്തില്ല. വേറെ ഒരുത്തർ ഇടയ്ക്ക് കയറിയിട്ടുണ്ട്, തക്കേവൂസ്. അവനും രക്ഷ തന്നെ പ്രശ്നം. ഇടയ്ക്ക് കയറിയ ആളാണ്, 12-ാം മണിക്കൂർ കയറിയ ആളാണ്, മരത്തെ കയറിയിരുന്ന ആളാണ്. ഇവരെല്ലാം ആ കൃപകളെല്ലാം അടിസ്ഥാനപ്പെടുത്തുന്ന എന്തിനെക്കൊണ്ട് ആര് ഏത് സമയത്ത് കയറിയാലും കർത്താവിൻ്റെ രക്ഷാകര സംഭവങ്ങളോടെ നിൻ്റെ ജീവിത വിഷയങ്ങളെ, സംഭവങ്ങളെ സാക്ഷിയാക്കാൻ വേണ്ടി നീ എന്തുമാത്രം അത് വിശ്വാസത്തിൻ്റെ ലെവലിൽ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളോട് ഐക്യദാർഢ്യപ്പെടുത്തിക്കൊണ്ട് യേശുനാമത്തിന് മഹത്വത്തിനായി അത് സമർപ്പിച്ചിട്ട് യേശുവിനെ നീ ഏറ്റു പറഞ്ഞിട്ടുണ്ടോ? അതാണ് താന്താങ്ങളുടെ പ്രവൃത്തി. നമ്മൾ അത് മാറ്റമില്ല. അത് വെളിപാടിൻ്റെ പുസ്തകത്തിലും അത് തന്നെ 2:23 പറഞ്ഞത് എന്താണ്? വാനമേഘങ്ങൾ എഴുന്നള്ളി വരുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് പ്രതിഫലം നൽകുന്നത് തന്താങ്ങളുടെ പ്രവൃത്തികളനുസരിച്ചാണ്. എന്ന് വെച്ചാൽ നമ്മൾ കർത്താവിന് വേണ്ടി സഹിക്കുന്നത്, കർത്താവിന് വേണ്ടി എഴുതിക്കുമ്പോൾ നിങ്ങൾ നാക്കുകൊണ്ട് പറയണം. രക്ഷ നിൻ്റെ അധരത്തിലാണെന്ന് പറയുന്ന കാര്യം എന്താണെന്ന് അറിയാവോ? ഓരോ വിഷയം ചെയ്യുമ്പോഴും നീ അധരം കൊണ്ട് നീ ഏറ്റു പറയണം, ദിസ് ഈസ് ദ നെയിം ഓഫ് ജീസസ്. ഇതെൻ്റെ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പറയണം. അല്ലാതെ പറഞ്ഞില്ലെങ്കിൽ അത് നമ്മൾ സേവ് ചെയ്യാത്ത മൊബൈൽ മാറ്റർ പോലെ. ഇപ്പം കമ്പ്യൂട്ടറിൽ അടിച്ചു കയറ്റി ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില പൊട്ടന്മാർ 1.5 മണിക്കൂറൊക്കെ ഇരുന്നുകൊണ്ട് ടൈപ്പ് ചെയ്യും, പക്ഷെ സേവ് ചെയ്യത്തില്ല. കറണ്ട് പോകുമ്പോൾ അതിൻ്റെ കൂടെ അത് പോകും. ഇതുപോലെ ഇൻറ്റൻഷന് വരുന്ന അവസ്ഥ. നീ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഉടനെ സേവ് ചെയ്യണം. എങ്ങനെ സേവ് ചെയ്യും? കർത്താവേ, ഞാനിപ്പോൾ എൻ്റെ ഭർത്താവിന് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടിയും നടുവേദനയാണെങ്കിൽ പോലും ഞാൻ നിരങ്ങി നിന്നാണ് സ്റ്റൗവിൽ എത്തി ചോറ് കൊടുക്കണത്. അത് ഭർത്താവിനോട് സ്നേഹത്തെ, മക്കളുടെ സ്നേഹത്തെ എൻ്റെ കടവയ്ക്കണം കാര്യം ശരി. പക്ഷെ ഞാനിത് നിൻ്റെ പീഡാനുഭവത്തിൻ്റെ കൂടെ കൂട്ടി വെക്കണമെന്ന് പറയുമ്പോഴാണ് സേവിങ് വരണത്. സേവിങ് ബൈ ഇൻറ്റൻഷൻ. കർത്താവിൻ്റെ പീഡാനുഭവം ചേർത്ത് വെക്കുമ്പോൾ അങ്ങനെ എല്ലാ പ്രവൃത്തികളും നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോഴേ ഇന്നത്തെ കഷ്ടതകൾ തുലോ നിസ്സാരമാക്കണത്. ഈ മഹത്വത്തെക്കുറിച്ച് ഓർക്കണമെങ്കിലേ, ആ മഹത്വത്തെക്കുറിച്ച് ഓർക്കണമെങ്കിലേ അത് ഇന്ന് നമ്മൾ ആർജിച്ചിരിക്കണം. അല്ലാതെ നമ്മളിവിടെ എങ്ങനെയെങ്കിലും ജീവിച്ചിട്ട് മഹത്വം ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡിമെയ്ഡ് മഹത്വമൊന്നും ഇല്ല. അതാണ് 16:27 പറയണത്. റെഡിമെയ്ഡ് മഹത്വമൊന്നും ഇല്ലേ. അവരവർക്കെല്ലാം തന്താങ്ങളുടെ പ്രവർത്തികൾക്ക് അനുസൃതമായ പ്രതിഫലം. അതാണ് വെളിപാട് 2:23. അപ്പോൾ മഹത്വമൊക്കെ വേറെ ഒരു മഹത്വം ഇങ്ങനെ റെഡിമെയ്ഡായിട്ട് ഇങ്ങനെ കെട്ടിയെടുത്ത് നമുക്ക് പാക്ക് ചെയ്ത് തരത്തില്ല. പാക്കേജൊന്നും ഇല്ല ഇതിന്. മര്യാദക്ക് ജീവിക്കുമ്പോൾ കർത്താവിന് സാക്ഷ്യം വഹിക്കാൻ നീ തയ്യാറായിരിക്കണം. അത് ചിലപ്പോൾ പലതരത്തിലുള്ള സംഭവങ്ങളുണ്ടാകും. ചിലപ്പോൾ നീ കുറ്റവാളിയാകാം, ചിലപ്പോൾ കുറ്റവാളിയാകത്തില്ല.
പക്ഷേ എന്ത് നീ പീഡാനുഭവിച്ചാലും അത് കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ കൂടെയാണെന്ന് പറയുമ്പോൾ എല്ലാത്തിനും അർത്ഥം ഉണ്ടാവും. ഞാൻ ജീസസ് ഈസ് അവർ മീനിങ്. താങ്ക് യു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഈശോനാമത്തെ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഒരു 10 മിനിറ്റ് കൊണ്ടാണ് ആയിരങ്ങൾ കർത്താവിന് സൗഖ്യം പ്രാപിക്കുന്നത്. നിങ്ങൾ ഗൂഗിൾ മീറ്റിൽ കയറിയാൽ മനസ്സിലാകും. ഈ ഉടമ്പടി ഞാൻ ശരിക്കും പറഞ്ഞാൽ കർത്താവിൻ്റെ വചനമാണ് കൂടുതൽ പറയണത്. ഇപ്പോഴേ ഓൺലൈൻ പ്രാർത്ഥന തുടങ്ങിയതിന് ശേഷം മാക്സിമം വചനം പറഞ്ഞതിന് ശേഷമാണ് ഒരു 25-20 മിനിറ്റ് പ്രാർത്ഥന നടത്തുന്നത്. 20 മിനിറ്റ് പ്രാർത്ഥനയുടെ ആവശ്യം പോലും ഇല്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കർത്താവ് നൽകിയിട്ടുള്ള വെളിപാടനുസരിച്ച് കൊണ്ട് ഏത് ശരീരത്തിലും നിനക്കിപ്പോൾ കൈവെക്കാം. തൊണ്ടവേദനയുള്ളവർ തൊണ്ടയിൽ കൈവെക്കുക. ടോൺസൈറ്റ്, തൈറോയിഡ് പോലുള്ള രോഗങ്ങളില്ലേ, അവർ തൊണ്ടയിൽ കൈവെക്കണം. അച്ഛൻ്റെ നിങ്ങളെ കൃപാസനത്തിൻ്റെ യൂട്യൂബിലെ ഓരോ സാക്ഷ്യം കേട്ടോ. ഈ കൈവച്ച ആൾക്കാരൊക്കെ പെറ്റി അടിച്ച് സാക്ഷ്യം പറഞ്ഞ് കേൾക്കാം. നീ ഇപ്പം വിശ്വസിക്കണം. നടുവേദനയുള്ളവർ നടുവിൽ കൈവെക്കുക. എന്നിട്ട് പറയണം, ഞാനിത് കർത്താവിൻ്റെ നാമത്തിലെ വെക്കണമെന്ന് പറയണം. ഹാർട്ടിന് അസുഖമുള്ളവർ, ഹാർട്ടിന് ട്രീറ്റ്മെൻറ്റിലിരിക്കുന്നവർ ഇടത് നെഞ്ചിൽ കൈവെക്കണം. എന്നിട്ട് പറയണം, ഈശോ നിൻ്റെ ഹാർട്ടിൻ്റെ തിരുവിലാലും മുറിവിനെ ഓർത്തുകൊണ്ട് ഞാൻ കൈവെക്കണം. ഇപ്പോഴടിപ്പണ പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി കൃപാസാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മധ്യസ്ഥത്തിൽ നിന്നാണ് ഈ ആരാധനയിൽ ഈ ശക്തി നിന്നിലേക്ക് കടന്നു വരണം. നീ ഓർക്കണം. അതാണ് ഈ ആൾക്കാരത്തെയും സാക്ഷ്യം പറയണത്. ദൈവത്തിലെ തലക്ക് അസുഖമുള്ളവരുണ്ടാകാം. സെർബൽ ഡിസീസ് ഇല്ലേ, തലച്ചോറിൻ്റെ രോഗങ്ങൾ, പല രോഗങ്ങളും ഇൻക്യൂറബിളാണ്. അതിന് പ്രത്യേകം മരുന്നില്ല. ഒരു 50% രോഗങ്ങൾ അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കോശങ്ങളൊക്കെ നഷ്ടപ്പെട്ടത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, തലച്ചോറിൻ്റെ കോശങ്ങൾ. പക്ഷേ കുറേ ആൾക്കാർ സാക്ഷ്യം പറഞ്ഞപ്പോൾ കിഡ്നി ഇല്ലാത്ത സ്ഥലങ്ങളിൽ കിഡ്നി വെച്ച് കൊടുത്തെന്നൊക്കെ പറഞ്ഞൊരു സാക്ഷ്യം അതിനുണ്ട്. സ്കാനിങ് റിപ്പോർട്ട് കിഡ്നി ഇല്ലാത്തതിൻ്റെതും ഉള്ളതും എന്നെ കാണിച്ചിട്ടുണ്ട്. എന്താ, കർത്താവിന് നിൻ്റെ തലച്ചോറിൻ്റെ ഒരു കോശം പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴീ ഭാഗം തന്നെ എടുത്തുകൊണ്ട് നാളെ നീ സാക്ഷ്യം പറയൂല. അച്ഛൻ അന്ന് പറഞ്ഞതാണ് തലച്ചോറിൻ്റെ കോശം പോയാൽ വെക്കാൻ പറ്റത്തില്ല വൈദ്യശാസ്ത്രം അനുസരിച്ച്. പക്ഷേ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ തലേ കൈവെക്കണം. തലച്ചോറിൻ്റെ കോശം കർത്താവ് നിനക്ക് തിരിച്ച് വെച്ച് തരാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. കാര്യം പ്രാർത്ഥനയ്ക്കുള്ള യുക്തി എന്ന് പറയണത്, ആ പ്രാർത്ഥന യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിലും ഉത്ഥാനത്തിലും എന്തുമാത്രം വിശ്വസിക്കുന്നു. അവർ റീസൺ ഈസ് നോട്ട് സിംപ്ലി എ ഹ്യൂമൻ റീസൺ, ബട്ട് റീസൺ എന്ന് പറയുന്നത്, നമ്മുടെ റീസൺ എന്ന് പറയുന്നത് കർത്താവിൻ്റെ പുനരുത്ഥാനത്തിലുള്ള ഫെയ്ത്ത് ഈസ് അവർ റീസൺ. അതോർക്കണം. നിങ്ങളിങ്ങനെ ഇത് മാജിക്കാണെന്ന് വിചാരിക്കരുത്. ഇറ്റ് ഈസ് എ റീസണബിൾ പ്രെയർ. അവർ റീസൺ ഈസ് അവർ ഫെയ്ത്ത്. പ്രാർത്ഥിക്കുക, അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ അടിവയറ്റ് പ്രശ്നങ്ങളുള്ളവരുണ്ട്. നിങ്ങൾ ഇതൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഉണ്ടൊരു ആഗ്രഹം. കാര്യം കർത്താവ് കുരിശ് ചുമന്ന സമയത്ത് 53 അധ്യായത്തിൽ 7 കഴിഞ്ഞുള്ള 53 ഐസയ 53, 6, 7, 8 വചനങ്ങളിലൊക്കെ അവൻ പീഡാനുഭവം ചെയ്യുന്ന സമയത്ത് കുഞ്ഞാടിനെക്കുറിച്ച്, അല്ലെങ്കിൽ സഫറിങ് സർവൻ്റ് പീഡിതദാസനെക്കുറിച്ച്, അനാമീനെക്കുറിച്ചൊക്കെ ഐസയ വെളിപാട് കൊള്ളുമ്പോൾ ഐസയ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ്? അവൻ അപ്പോഴും ഭാവന ചെയ്തു. എന്താണ്? അവൻ സഫർ ചെയ്യുമ്പോൾ, അവൻ പീഡാനുഭവം ഏൽക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ ഒരു ഭാവന ഉണ്ടായി. എന്താണ്? ഈ പീഡാനുഭവത്തിലൂടെ പ്രകാശത്തിൻ്റെ പ്രത്യാശയുടെ പുതിയ തലമുറ ഉദയം ചെയ്യുന്നതായിട്ട് അവൻ ഭാവന ചെയ്തു. അത് തന്നെ സംഭവിച്ചെന്ന്. അതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ഭാവനയുണ്ട്. ഞങ്ങളുടെ ഭാവന എന്താണ്? കരളിലെ സിസ്റ്റ് വളരുന്നവരെ, ഫാറ്റി ലിവറുകാരെ, ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ലിവർ ചുരുങ്ങുമെന്ന് ഞങ്ങൾക്ക് കർത്താവിൽ ഞങ്ങൾക്ക് ഭാവനയുണ്ട്. നിങ്ങൾ അടിവയറ്റിൽ കൈവെക്കുമ്പോൾ അത് ഗർഭാശയത്തിന് ഒരു ഫിലിപ്പൻ ട്യൂബ്, ഒരു ട്യൂബ് അറുത്ത് കളഞ്ഞതാണ്.
അണ്ടവാഹിനി അറുത്ത് കളഞ്ഞതാണ്. ഒരു ട്യൂബ് മാത്രമേ ഉള്ളൂ. അതിൽ കഴിഞ്ഞ പ്രഗ്നൻസി അതിൻ്റെ ട്യൂബിലാണ് ഗർഭമുണ്ടായത്. പക്ഷേ ഇനിയും ഗർഭമുണ്ടായ ട്യൂബിലായിരിക്കുമോ ഇനി ഞങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടുമോ എന്ന് പറയുമ്പോൾ ആ ട്യൂബിൻ്റെ ആ അടിവയറ്റിൽ നീ കൈവെക്കാൻ വേണ്ടി യേശുനാമത്തിലാണ് ഞാൻ അൽത്താരയെന്ന് അപേക്ഷിക്കുന്നത്. അപ്പോൾ എനിക്കൊരു ഭാവനയുണ്ട്. എന്താണ് എൻ്റെ ഭാവന? അവിടെ ആ ഒരു ട്യൂബ് കൊണ്ട് കർത്താവ് നിനക്ക് 5 കുഞ്ഞുങ്ങളെ തരുമെന്ന് ഞാൻ ഭാവന കാണുന്നത്. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ, എനിക്ക് വേണ്ടി ഉയർത്തുന്നേറ്റവൻ, ലോകത്തിന് വേണ്ടി വീണ്ടും വരാതിരിക്കുന്നവനെ വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറയുന്നത്. സോറിയാസിസ് രോഗികളെ സർവാംഗം കൈപറ്റിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ഇവിടുന്ന് ആവശ്യപ്പെടുന്നു. സോറിയാസിസ് രോഗികളെ തൊഴിൽ മുഴുവൻ പൊളിഞ്ഞിരിക്കുന്നവരെ, വിസർപ്പ രോഗികളെ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ രക്തം അതിലേക്ക് തളിക്ക് ഒരു മഴ പോലെ പെയ്യാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കൊരു ഭാവനയുണ്ട്. എന്താണ് ആ രോഗികളിലേക്ക് കർത്താവിൻ്റെ രക്തം പൊളിഞ്ഞു കഴിയുമ്പോൾ വാതരോഗികളായാലും വെരിക്കോസിന് അസുഖമുള്ളവരായാലും സോറിയാസിസ് രോഗികളായാലും ആ രോഗികളുടെ മേലെ വേദന കൊണ്ട് ഉറക്കമില്ലാത്ത രോഗികളുടെ മേലെ കർത്താവിന് വിശുദ്ധമായ രക്തം പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് ഈ അൽത്താരയിന്ന് കർത്താവ് അമ്മയുടെ മധ്യസ്ഥതയിൽ കർത്താവിൻ്റെ വിശുദ്ധ അവിടുത്തെ കരുണയാൽ അവിടുത്തെ വിശുദ്ധമായ രക്തം രോഗികളുടെ മേൽ തളിക്കപ്പെടുമ്പോൾ അവിടേക്ക് കർത്താവിന് ശക്തി വരുമ്പോൾ ഞങ്ങൾക്ക് ഭാവനയുണ്ട്. അവർ സുഖപ്പെടുവന്ന് അവർ കർത്താവിനാവുന്ന പോലത്തെ കർത്താവെ ഞങ്ങൾക്കൊരാഗ്രഹം മാത്രമേ ഉള്ളൂ. കർത്താവെ നിന്റെ നാമം കുരിശക്കനും മരിച്ചാലും വേണ്ടില്ല, കർത്താവ് അപമാനം ഏറ്റാലും വേണ്ടില്ല, ഞങ്ങൾക്കൊരാഗ്രഹം മാത്രമേ ഉള്ളൂ. കർത്താവ് നിന്റെ നാമം മഹത്വപ്പെടണം. പരിശുദ്ധ അമ്മയുടെ മനസ്സാണ് കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അമ്മയ്ക്കൊരാഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ കർത്താവ്. എന്ത് അനുഭവിച്ചാലും കുഴപ്പമില്ല കർത്താവ്, നിന്റെ നാമത്തെ മഹത്വപ്പെടണം, ലോകം രക്ഷപ്പെടണമെന്ന്. അതല്ല കർത്താവ് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ. കർത്താവ് ഈ ലോകം മുഴുവൻ ഇപ്പോഴും ഓരോ രോഗികൾ ഓരോ ഇടങ്ങളിൽ നിന്റെ നാമത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഓരോ രോഗത്തെ ഇടങ്ങളിൽ അങ്ങയുടെ വിശുദ്ധമായ തിരുമുറിവാർന്ന് വലത് കാലത്തെ സ്വരത്തുക്കളെ അടുപ്പിട പോലെ വൈതാക്കാലം പോലെ ദൈവിക ശക്തി മാരക രോഗങ്ങൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇനി രോഗികളെ എൻ്റെ പ്രാർത്ഥന കഴിയുകയാണ്. കർത്താവ് നിങ്ങളെ ഇന്ന് വൈകുന്നേരം നാളെ ഈ സമയത്തിനുള്ളിൽ ഒത്തിരിയേറെ അടയാളം നിങ്ങൾ കാണും. അപ്പോൾ ഗൂഗിൾ മീറ്റിൽ നിങ്ങൾ വരണം. ഞങ്ങൾ എല്ലാ ദിവസവും ഗൂഗിൾ മീറ്റ് നടത്തുന്നുണ്ട്. ഇന്നില്ലെന്നേ ഉള്ളൂ, ഒരു ചൊവ്വാഴ്ച ഉണ്ടാകത്തില്ല, ബാക്കി എല്ലാ ദിവസവും ഗൂഗിൾ മീറ്റിലുണ്ട്. നിങ്ങൾ വന്നിട്ട് ആരാധന കിട്ടിയ കർത്താവ് നിങ്ങൾക്ക് നൽകിയത് കർത്താവിൻ്റെ നാമത്തേറ്റ് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സാക്ഷികളായി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോണത് ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, അന്യരാജ്യങ്ങൾ കുടുങ്ങിപ്പോയവർ, ശമ്പളം കിട്ടാത്തവർ, കുഞ്ഞുങ്ങൾ വഴിപിഴച്ച് പോകുന്ന പോലെ തോന്നുന്നവർ, പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങൾ, കലഹമുള്ള കുടുംബങ്ങൾ, പല ടെസ്റ്റുകൾ ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നവർ, പോയി കഴിഞ്ഞവർ, തോറ്റുപോയവർ, വീണ്ടും ചെയ്യാൻ ഇരിക്കുന്നവർ, ഇങ്ങനെ ജീവിതത്തിൻ്റെ ഭൗതിക മണ്ഡലങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അത് ആശീർവാദം വരെ. അപ്പോൾ അതിനാണ് ആശീർവാദം തരണത്. അപ്പോൾ ആശീർവാദ സമയത്ത് നിൻ്റെ ജീവിതാവസ്ഥ OIT ആയാലും അതുപോലെ തന്നെ ഹാദ് പരീക്ഷ ആയാലും MOH ആയാലും IITS ആയാലും നീ ഇപ്പോൾ കർത്താവ് ഞങ്ങൾ സമർപ്പിക്കുകയാണ് നിൻ്റെ അവസ്ഥകൾ, നിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ. നിന്നെ ലോൺ എടുത്തിട്ട് ചിലപ്പോൾ ജപ്റ്റ് ചെയ്യുന്ന അവസ്ഥയിലായിരിക്കാം. ചില സമയത്ത് നിനക്ക് ജീവിക്കാൻ തന്നെ ഒരു മാർഗ്ഗമില്ല, അന്നന്ന് വേണ്ട അരി മേടിക്കാൻ മാർഗ്ഗമില്ലാത്ത അവസ്ഥയാകാം. ചിലപ്പോൾ നീ അപമാനപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥയാകാം. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന അവസ്ഥയാണ്. ഇതെല്ലാം ഈശോ കാണുന്നുണ്ട്. ഇതെല്ലാം ഈ ഒറ്റ ആശീർവാദം കൊണ്ട് കർത്താവിൻ്റെ ശക്തി നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് നിന്റെ 4 അതിരുകളെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ ബന്ധിക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ നാമത്തിൽ അവൻ്റെ കുരിശ് നിന്റെ ഭവനത്തിൽ നാട്ടാൻ പോവുകയാണ്. നീ ഇന്ന് മുതൽ കർത്താവിൻ്റെ രക്ഷ എന്താണെന്ന്, സൗഖ്യം എന്താണെന്ന്, ജീവിതത്തിൻ്റെ വിടുതൽ എന്താണെന്ന് അനുഭവിക്കും. ശ്രുതികട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ നിന്റെ വലിയ ശക്തി കർത്താവേ മക്കളെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. ശിരസ് വെച്ചുകൊണ്ട് യേശുവിനെ ആശ്വസിപ്പിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ